മുളകളുടെ വൈവിധ്യവും തേൻകൂട്ടുകളുടെ മധുരവുമായി നാച്ചുറ 26. നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ നടക്കുന്ന അഗ്രി ഹോർട്ടി ടൂറിസം ഫെസ്റ്റ് നാളെ സമാപിക്കും. ഫെസ്റ്റിൽ നിരവധി പേരാണ് കുടുംബസമേതം എത്തിയത്. 6-ന് ആരംഭിച്ച മേളയ്ക്ക് തിങ്കളാഴ്ചയാണ് സമാപനമാകുക. ഫെസ്റ്റിൽ കാർഷിക വൈവിധ്യങ്ങളുടെ വലിയ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. 60-ലധികം ഇനത്തിൽപ്പെട്ട മുളകളും 30ഓളം വൈവിധ്യമാർന്ന തേൻ ശേഖരങ്ങളുമാണ് പ്രധാന ആകർഷണം. ഔഷധ ഗുണങ്ങളേറിയ കാട്ടുതേനും ഇവിടെ ലഭിക്കും. നെല്ലിക്കത്തേൻ, നട്ട്സ് തേൻ, ഇഞ്ചിത്തേൻ, വെളുത്തുള്ളിത്തേൻ എന്നിവയ്ക്ക് പുറമെ സിനമൺ, തുളസി, റോസ്മേരി, മഞ്ഞൾ തുടങ്ങിയവ ചേർത്ത വൈവിധ്യമാർന്ന തേൻ ശേഖരങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തേനിനു പുറമെ ബീ പോളിൻ, ബീ വാക്സ് സ്ക്രീൻ എന്നിവയും ഇവിടെയുണ്ട്. റാഗി, ചക്ക, കറിവേപ്പില, കാന്താരി തുടങ്ങിയ വ്യത്യസ്ത രുചിയിലുള്ള ബിസ്ക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. മുളയിൽ നിന്നുള്ള വ്യത്യസ്ത ഉൽപ്പന്നങ്ങളായ ബാംബു ടീ, ബാംബു റൈസ് എന്നിവയും മേളയിലെ സ്റ്റാളുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കല്ലടിക്കോട് വേൾഡ് ഓഫ് ബാംബു എന്ന സംരംഭമാണ് ഇതൊരുക്കിയിട്ടുള്ളത്. വിവിധ കാർഷിക സെമിനാറുകൾ ഇതോടൊപ്പം നടക്കുന്നു. അവധി ദിനമായ ഇന്ന് വലിയ തോതിൽ വിനോദസഞ്ചാരികളും കർഷകരും സന്ദർശകരായി എത്തി. ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന കാർഷിക സെമിനാർ കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, പ്രാധാന്യവും സാധ്യതകളും എന്നീ വിഷയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു. നെല്ലിയാമ്പതി, അട്ടപ്പാടി മേഖലയിലെ താമസക്കാർക്കുള്ള വിവിധ ഇനം തൈകളുടെയും മധുരക്കിഴങ്ങ്, മരച്ചീനി, കൂവ തുടങ്ങിയവയുടെ നടീൽ വസ്തുക്കളുടെയും വിതരണോദ്ഘാടനവും ഇതോടൊപ്പം എം പി നിർവഹിച്ചു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലൂടെ കർഷകർക്ക് മികച്ച വില ഉറപ്പാക്കാനും പ്രാദേശികമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുമെന്ന് എം പി പറഞ്ഞു. ഐക്കർ, AICRP സീഡ് പദ്ധതി എന്നിവരുടെ സഹകരണത്തോടെയാണ് സെമിനാർ നടന്നത്. പട്ടാമ്പി ADR ഡോക്ടർ പി രാജി, ശാസ്ത്രജ്ഞ KV ഫസീല എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. കിഴങ്ങുവർഗ വിളകളുടെ മൂല്യവർദ്ധനവിനെക്കുറിച്ച് ശാസ്ത്രജ്ഞരായ ഡോക്ടർ സൂസൻ ജോൺ, ഷേർലി റേച്ചൽ, അനിൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ആത്മ പ്രൊജക്ട് ഡയറക്ടർ ഷീല സെമിനാറിൽ മോഡറേറ്ററായി. നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P മായാണ്ടി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. UTV ന്യൂസ്, പാലക്കാട്.